ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും മെഹരീൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. തൻ്റെയൊക്കെ കരകരയായിട്ടുണ്ട് കേട്ടോ. ഞാൻ നഴ്സറിയിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളോടത്തുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും കണ്ടു നോക്കോളൂ. അതില് കാണില്ലടാ. നമുക്കിനി അംഗൻവാടിക്ക് പോവാല്ല. അങ്ങനെ എൻ്റെ കുഞ്ഞു മക്കളോടൊത്ത് ഞാൻ ഈ കാറിൽ കുറച്ച് സമയം കരഞ്ഞ് ഐസ്ക്രീമെല്ലാം വാങ്ങിക്കൊടുത്ത് അവിടെ ആ സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് എൻ്റെ ആ ഒരു സന്തോഷം. എനിക്ക് എത്രത്തോളം ഹാപ്പിനെസ് കിട്ടിയെന്നുള്ളത് എന്നറിയാം. ഞാൻ അംഗൻവാടിയിൽ ഇങ്ങനെ വരാൻ വിചാരിച്ചതേ അല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വർക്കിൻ്റെ തിരക്കും ഷോപ്പിൻ്റെ തിരക്കും അങ്ങനെയുള്ള ആയിട്ട്, പക്ഷെ വരേണ്ടി വന്നു. നമ്മളുടെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ടെമ്പററി കാരൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരേണ്ടി വന്നു. പക്ഷെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഹാപ്പിനെസ്, കുറച്ചേ കുട്ടികളുള്ളൂ, 5, 6, 2, 3 കുട്ടികളുള്ളൂ. പക്ഷെ ആ കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ആ കുട്ടികളോട് കളിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സന്തോഷം അൽഹംദുലില്ലാ എന്ന് വേറെ തന്നെയാണ്. ഇത് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇതുപോലെ നമുക്ക് മക്കൾ ഇങ്ങോട്ട് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ അമ്മമാരായാലും നമ്മളുടെ കയ്യിൽ തരുന്നുള്ളത് ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചളിക്കട്ടയാണ്. ആ ചളിക്കട്ടയെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ ഹാപ്പിനെസ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഹാപ്പി മോഡിൽ തന്നെ ആ കുട്ടികൾ വളർന്നു വരും. അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവർക്ക് കിട്ടുന്ന സന്തോഷം, അതാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. പിന്നെ എന്താ ഇവിടെ ഉള്ളത് നമുക്ക്, അല്ലേ? കുഞ്ഞു മനസ്സ്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വലുതാവേണ്ട, ഈ ഒരു പ്രായത്തിൽ തന്നെ, ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങ് സ്റ്റെക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം നമുക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ സങ്കടപ്പെടാനോ അല്ലെങ്കിൽ വേറെ നമുക്ക് വള്ളി പിടിക്കാനോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഇത് തന്നെ കളിച്ച് ചിരിച്ച് എന്തല്ല ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ കുട്ടികളും വലുതാകുമ്പോഴത്തേക്ക് കുറേ പ്രാരാബ്ദങ്ങളും കുറേ സന്തോഷങ്ങളും കുറേ ദുഃഖങ്ങളും കുറേ വീഴ്ചയും താഴ്ചയും ഒക്കെ വരും, ശരിയാണ്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ നിന്നിട്ടുണ്ടെങ്കിലുള്ള ചിന്തിച്ചൊക്കെ ആ കുഞ്ഞുങ്ങളെ നിഷ്കളങ്കമായ നോട്ടവും നിഷ്കളങ്കമായ നിൽപ്പും എല്ലാം കാണുമ്പോഴത്തേക്ക് വാവ് 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 വട്ടെ, എന്താ പറയാൻ വാക്കുകളില്ല ഗൈസ്. അത്രയ്ക്കും സന്തോഷം തരുന്നുണ്ട് മനസ്സിന്, അത്രയ്ക്കും സന്തോഷം തരുന്നുണ്ട് കുഞ്ഞുങ്ങളോടൊത്ത് പോകുമ്പോഴത്തേക്ക്. മാഷാ അല്ലാഹ്, വല്ലാണ്ട് മനസ്സൊക്കെ കുളിര് കോരുന്നുണ്ട്. നമുക്കിപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ മനസ്സിനും ചൂടുള്ള സിറ്റുവേഷനാണ്, ശരീരത്തിനും ചൂടാണ്. പക്ഷെ ആ സിറ്റുവേഷൻസിലും മനസ്സിനെ കൂളാക്കാൻ ഈ കുഞ്ഞു പൈതങ്ങൾക്ക് പറ്റുന്നുണ്ട്. മനസ്സിലായ അവരോട് കളിച്ചും ചിരിച്ചും സംസാരിച്ചും അവർക്ക് വേണ്ട ചെറിയ തിങ്സ്, 1 രൂപയുടെ മിഠായി ആയാലും 50 പൈസയുടെ മിഠായി ആയാലും അവർക്ക് ആ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്, അല്ലേ? നമുക്കിപ്പോൾ വലിയവർക്ക് ഇനി എത്ര തന്നെ കിട്ടിയാലും ഇല്ല എന്നുള്ളൊരിത് വരും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരു 5 പൈസയുടെ മിഠായി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് അവരത് കാണുന്നുള്ളത്. അവരെ ഓർക്കന്നെ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ കുഞ്ഞുങ്ങളോടത്തുള്ള അടുത്ത വീഡിയോസ് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് തിരക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 1-ാം തീയതി 2-ാം തീയതി മുതലൊക്കെ ഞാൻ ഇടാൻ തുടങ്ങും. മെയ് 1 2 3 അങ്ങനെയായിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാനുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.